നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഭാഗം 3. ക്ഷേത്ര പരിസരവും മതിലകവും. വൈക്കത്തേതുമായി നോക്കുമ്പോൾ താരതമ്യേന വളരെ ചെറിയ മതിൽക്കകമാണ് ഏറ്റുമാനൂരിലേത്. ഏകദേശം 5 ഏക്കർ വിസ്തീർണം വരും. MC റോഡിന്റെ കിഴക്കുഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്ര കവാടം കാണാം. ആ ക്ഷേത്ര കവാടത്തിനകത്ത് തന്നെയാണ് വാഹന പാർക്കിംഗ് സൗകര്യവുമുള്ളത്. അത് കഴിഞ്ഞ് അല്പദൂരം നടന്നാൽ വലിയ അരയാൽ മരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ അടിയിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും മുകളിൽ ശിവനും കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നു. അതായത് അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണ്ടുവരുന്നു. ക്ഷേത്രത്തിന് 4 ഭാഗത്തും ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും പടിഞ്ഞാറു ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. ഇതിന്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കീഴ്തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണനെന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നു. പ്രധാന വഴിയിൽ നിന്ന് അല്പം ഇറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത്. പടിഞ്ഞാറേ ഗോപുരം ഓടുമേഞ്ഞതാണ്. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ്. ഏകദേശം 3 ആനകളെ നിർത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ആനക്കൊട്ടിലിന് തൊട്ടപ്പുറത്ത് സ്വർണ്ണ കൊടിമരം നിലകൊള്ളുന്നു. മുമ്പുണ്ടായിരുന്ന കൊടിമരം കാലപ്പഴക്കം കാരണം ജീർണിച്ചതിനെ തുടർന്ന് 2010 നിലവിലെ കൊടിമരം പ്രതിഷ്ഠിച്ചത്. കൊടിമര ചുവട്ടിൽ അഷ്ടദിക്പാലകരുടെ രൂപം കൊത്തിവച്ചിട്ടുണ്ട്. കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽ പുരയാണ്. ഇവിടെ ക്ഷേത്രത്തിലെ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നു. 10 അടിയിലധികം ഉയരമുണ്ട് ഈ ബലിക്കല്ലിന്. ഏണി ചാരി നിന്നാണ് ഇവിടെ ബലി തൂകുന്നത്. ബലിക്കല്ലിന് മുന്നിലാണ് ഇവിടുത്തെ വലിയ വിളക്ക്. ഈ വിളക്കിൽ തിരിയൊഴിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. ബലിക്കൽ പുരയിൽ 4 അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും 3 ചുവർ ചിത്രങ്ങളുണ്ട്. വടക്കുവശത്ത് അനന്തശയന ഭാവത്തിലുള്ള മഹാവിഷ്ണുവും തെക്കുഭാഗത്ത് അഘോരമൂർത്തിയും നടരാജമൂർത്തിയുമാണ് ചുവർ ചിത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. 8 കൈകളിൽ തൃശൂലം, മഴു, വാൾ, അമ്പ്, ഉടുക്ക്, കപാലം, പരിച, വില്ല് എന്നിവ ധരിച്ച് 3-ാം തൃക്കണ്ണിൽ നിന്ന് അഗ്നിജ്വാലകൾ വർഷിച്ചു നിൽക്കുന്ന ഭാവമാണ് അഘോരമൂർത്തിയുടെ ചിത്രത്തിന്. ഇത്തരത്തിലൊരു ചിത്രം ലോകത്ത് മറ്റൊരിടത്തുമില്ല. നടരാജമൂർത്തിയുടെ ചിത്രത്തിന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ നടരാജ ചിത്രവുമായി രൂപത്തിൽ നല്ല സാമ്യമുണ്ട്. 20 കൈകളോട് കൂടിയ ഭഗവാൻ അവയിൽ 18ലും ആയുധങ്ങളേന്തി തൻ്റെ മറ്റ് 2 കൈകൾ നൃത്തമുദ്രയിൽ പിടിച്ചിരിക്കുന്നു. നടരാജ നൃത്തം കാണാൻ ഇന്ദ്രാദി ദേവകൾ കൈലാസത്തിലെത്തിയതും ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. ക്ഷേത്ര മതിൽക്കകത്ത് വടക്കു പടിഞ്ഞാറു മാറിയാണ് ആസ്ഥാന മണ്ഡപം. കുംഭമാസത്തിലെ ഉത്സവ ദിവസം ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്ന ചടങ്ങുണ്ട്. 7.5 പൊന്നാനകൾക്കൊപ്പമുള്ള ആ ദർശനം അതിവിശേഷമായി പറയപ്പെടുന്നു. ക്ഷേത്ര മതിലകത്തിന് തൊട്ടു വടക്കു ഭാഗത്ത് വില്ലിന്റെ ആകൃതിയിലുള്ള ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. വില്ലുകുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കു ഭാഗത്ത് നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു. നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമാണ് നാഗത്തറയിലെ പ്രതിഷ്ഠകൾ. നാഗരാജ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപവും. ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം ഇവിടെ നിത്യേന രാവിലെ 11:30 നടത്തി വരുന്നുണ്ട്. ഇവിടെ നിന്ന് അല്പം മാറി കിഴക്കേ ഗോപുരത്തിനടുത്ത് ഒരു സനാതന ധർമ്മ പാഠശാലയുണ്ട്. ഹിന്ദുധർമ്മത്തിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഈ പാഠശാല ധാരാളം ഭക്തരെ ആകർഷിക്കുന്നുണ്ട്. തെക്കു പടിഞ്ഞാറു ഭാഗത്താണ് ക്ഷേത്രം വക ഓഡിറ്റോറിയവും സ്റ്റേജും ഉള്ളത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പരിപാടികൾ നടത്തിവരുന്നു. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.